അശ്മി അശ്മി ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിൽ പോലീസ് എടുത്ത സുജിത്ദാസിന്റെ ഈ ടീം എടുത്ത ഓപ്പറേഷൻസ് അത് മാത്രം പരിശോധിച്ചാൽ മതി. എത്ര ഇവർ കളക്ട് ചെയ്തു, എന്തിനായി സ്വർണം കൊണ്ടുപോയി ഉരുക്കുന്നത് ആശ്മി? അതായത് ഉരുക്കുന്നതിൽ വേറെ ഒരു കാര്യമുണ്ട്. ഈ സ്വർണം പുറത്തുനിന്ന് പിടിച്ചെടുത്താൽ പോലീസിന്റെ ഡ്യൂട്ടി എന്താ? നേരെ പ്രതിയെയും ഈ തൊണ്ടി മുതൽ നേരെ കൊണ്ടുപോയിട്ട് കസ്റ്റംസിൽ ഹാജരാക്കണ്ടേ? ഇതല്ലേ ചെയ്യേണ്ടത്? എന്താ അത് ചെയ്യാത്തത്? അപ്പോൾ വഴിയിൽ വെച്ച് പേരെ പിടിക്കുകയും അവരെ നേരെ അവരുടെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയും സാധനം കണ്ടെടുക്കുകയും സാധനം കണ്ടെടുത്തതിന് ശേഷം സാധനത്തിന്റെ രൂപഭാവം മാറ്റി 1 കിലോ ഉള്ളത് 500-600 ഗ്രാം ആക്കി മാറ്റി അത് പിന്നെ കോടതിയിൽ കൊണ്ടുപോയി കെട്ടിവെക്കുന്നു. ഇതിന്റെ 40-50% ഇവർ വിഭജിക്കുന്നു. ഇതൊരു പച്ചയായ സത്യമല്ലേ? ഇത് അന്വേഷിക്കാൻ ഒരു സംഘം വന്നാൽ തെളിവ് കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുകൾ അവിടെ ഉണ്ട്. ഇന്ന് കൊണ്ടോട്ടിയിലെ അപ്രൈസർ എന്ന് പറയുന്ന ഉണ്ണി കഴിഞ്ഞ 3 വർഷം കൊണ്ട് കോടീശ്വരനായി മാറി. ഇന്ന് രാവിലെ ചില വാർത്താ ചാനലുകൾ പുറത്തുവിട്ട ചിത്രം നിങ്ങൾ കണ്ടതാണ്. എത്ര ഉരുക്കൽ പാത്രങ്ങളാണ് അവിടെ കിടക്കുന്നത് ഒരു തട്ടാന്റെ കടയിൽ. എന്താണ് ഇതൊക്കെ? എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കസ്റ്റംസിന് പിടിക്കാതിരിക്കാൻ കഴിയുന്നത്? അതെ, ഉണ്ണിക്ക് അതല്ലേ പറയാൻ പറ്റൂ. കൃത്യം കണക്കാണോ അല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തിനാണ് ഇത് ഒരുക്കുന്നത് ആശ്മി? അവർ പ്രതിയെയും തൊണ്ടിയെയും കിട്ടിയത് കസ്റ്റംസിനെ ഏൽപ്പിച്ചാൽ പോരെ? ഇതിന്റെ പിന്നാലെ നടന്നത് ഉരുക്കി അതിൽ വിഹിതം എടുത്ത് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യാൻ എന്തിന് പോലീസ് ഇത്ര വലിയ വ്യായാമം നടത്തുന്നു? എങ്ങനെയാ കസ്റ്റംസ് കിടക്കുന്നത്? ആശ്മിക്ക് ഇതിന് ഓപ്പറേഷൻ മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാൻ. കസ്റ്റംസിൽ ഈ വരുന്ന കാരിയർ, ഗോൾഡ് കാരിയർ, അവരുടെ സ്കാനിങ്ങിൽ തന്നെ ഈ ഓഫീസർമാർ ഇത് മനസ്സിലാക്കുന്നു. ഇത് ഒളിച്ചു വെച്ച കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് പിടിക്കും. ഇതാണ് നാട്ടിൽ നടക്കാറുള്ളത്. പക്ഷെ അവിടുന്ന് പിടിച്ചാൽ എന്താ സ്ഥിതി? അവിടെ കംപ്ലീറ്റ് ക്യാമറ സർവൈലൻസാ. ഒരു ഈച്ച അനങ്ങിയാൽ ആ ക്യാമറ സർവൈലൻസിൽ കാണാൻ പറ്റും. അപ്പൊ അവിടുന്ന് പിടിച്ചാൽ ഇവർക്കൊന്നും കിട്ടില്ല, സർക്കാരിനാ കിട്ടാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മനസ്സിലാകുന്ന കാരിയർമാരെ ഇവർ കടത്തി വിടുകയാണ്. കാരിയർ ആശ്വസിക്കുകയാണ്, ദൈവമേ കഴിച്ചിലായി എന്ന്. അവിടെ ആ സ്പോട്ടിൽ തന്നെ സുജിത് ദാസിന് കസ്റ്റംസ് വിവരം കൊടുക്കുകയാണ്. ഇന്ന പാസഞ്ചർ, ഇന്ന ഷർട്ട്, ഇന്ന രൂപം, പറ്റുമെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കും. അത് അപ്പം പാസ് ചെയ്യാണ്. നേരെ പുറത്ത് പോലീസ് നിൽക്കുകയാണ്. ഇവന് ടാക്സിയിലോ കൂട്ടിക്കൊണ്ടുവരാൻ വന്ന വണ്ടിയിലോ എത്തിയാൽ ആ ടോള് അങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെ ഇട്ട് ഇവനെ പിടിക്കുകയാണ്. പിടിക്കുന്നത് എങ്ങനെയാ? ഈ പോലീസിന്റെ വണ്ടി ക്രോസ് ഇടുന്നു. ഈ പറയുന്ന ഡാൻസ് ഓഫിന്റെ 2 പോലീസുകാർ നേരെ ആ കാറിലേക്ക് കയറുകയാണ്. ഇവരെന്നെ അന്തം വിടുകയാണ്. നേരെ പോകുന്ന ഒരു കേന്ദ്രത്തിലേക്ക് സാധനം കണ്ടെടുക്കുന്നു. നേരെ വരുന്നു ഉണ്ണിയുടെ അടുത്തേക്ക്. അവിടെ വിടുന്ന് ഉരുക്കുന്നു. ഉരുക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ളത് എടുക്കുന്നു. ഇതാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തെളിയിക്കാൻ അധികം പണിയൊന്നുമില്ല ആശ്മി. പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അറിവ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫീഡ് ചെയ്യാതെ, അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിൽ പാർട്ടിയുടെ താഴെത്തറയിലുള്ള പ്രവർത്തകരുടെ അവസ്ഥ, ഈ പോലീസിങ്ങിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയാണ് സഖാക്കളുടെ മാനസികാവസ്ഥ എന്ന് അദ്ദേഹത്തിനെ ആരെങ്കിലും ധരിപ്പിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇത് ഇടപെടുമായിരുന്നു. ഒരു തർക്കവോ കാര്യത്തിലില്ല. അപ്പൊ അദ്ദേഹത്തെ ഒരു മറക്ക് അപ്പുറത്ത് നിർത്തിക്കൊണ്ട് ഒരു ബാരിക്കേഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഹോം ഡിപ്പാർട്ട്മെന്റും പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രവർത്തിച്ചത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ബോധ്യം, എൻ്റെ അനുഭവം. അതുകൊണ്ട് ഒരു നിലക്കും ധാർമ്മികമായിട്ട് ഈ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ ചെന്ന് തറക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, ഒരിക്കലും കണക്കാക്കുന്നില്ല ആശ്മി. അല്ല, അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല ആശ്മി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാനൊരു പൊതുപ്രവർത്തകൻ, ഒരു MLA, ഒരു സഖാവ് എന്ന നിലക്ക്
നിവൃത്തികേട് കൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക പബ്ലിക് സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ടി വന്നതും ഈ കാര്യങ്ങൾ പൊതുശ്രദ്ധയിലേക്കും പാർട്ടിയുടെ ശ്രദ്ധയിലേക്കും എത്തിക്കേണ്ടി വന്നതും അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും നേരിൽ കണ്ട് ഈ കാര്യങ്ങൾ എഴുതി കൊടുത്ത് ബോധ്യപ്പെടുത്തേണ്ടി വന്നതും ഒക്കെ ഇവിടെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യമാണ്. അതിലപ്പുറം ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും കണ്ടില്ല കേട്ടില്ല എന്ന ആഷ്മിയുടെ ചോദ്യത്തിന് തൽക്കാലം ഞാൻ ഇപ്പോൾ ഉത്തരം പറയുന്നില്ല ആഷ്മി. അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പാർട്ടിക്ക് ഒരു സംഘടനാ സെറ്റപ്പ് ഉണ്ട്. അല്ല, അത് പാർട്ടി സഖാക്കൾ അറിയാനല്ല, പാർട്ടി സഖാക്കൾക്ക് ഇത് അറിയുന്നത് കൊണ്ടും അവർ അനുഭവിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച്, പാർട്ടി സെക്രട്ടറിമാരെ സംബന്ധിച്ച് ഈ സംവിധാനം, പോലീസിൽ നിന്നുള്ള ഈ ധിക്കാരപരമായ പെരുമാറ്റം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പ്രയാസത്തിലാണ് കേരളത്തിലെ പൊതുപ്രവർത്തകര്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാര്. അപ്പൊ അവരോട് നിത്യേന അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് അവരറിയട്ടെ എന്ന ഉദ്ദേശം, അവര് അനുഭവിക്കുന്ന വിഷയമാണ്. അപ്പം സ്വാഭാവികമായിട്ടും പാർട്ടിയിലുണ്ടായിട്ടുള്ള വലിയൊരു ക്ഷീണമുണ്ട്. ഒരുപാട് പാർട്ടി പ്രവർത്തകര് നിർജീവമായിട്ടുണ്ട്. അനുഭാവി വൃന്ദം പാർട്ടി വിട്ട് വലിയ അകലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇത് വലിയ ദുരന്തത്തിലേക്ക് ഈ പാർട്ടി എത്തിക്കും എന്ന എൻ്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനൊരു തടവുണ്ടാവണം, ഇതിനൊരു അന്വേഷണം ഉണ്ടാവണം. പോലീസിനെ ഇങ്ങനെ കയറുവഴി വിടാൻ സാധിക്കില്ല. പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരു ക്രിമിനൽ സംഘമാണ് ലോ ആൻഡ് ഓർഡറിന്റെ ഹെഡിൽ എന്ന കാര്യം കേരളത്തിലെ ജനമറിയണം, സമൂഹം അറിയണം, പാർട്ടി അറിയണം എന്ന സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഒന്നാം ഘട്ടം ഞാൻ ഇത്ര പബ്ലിക്കായി ഇത് പോകാനുണ്ടായ കാരണം ആഷ്മി. ഞാൻ അങ്ങനെ സ്വയം ഒടുങ്ങാനൊന്നും പോകുന്നില്ല ആഷ്മി. അങ്ങനെ സ്വയം ഒടുങ്ങാൻ ആയിട്ടല്ലല്ലോ അതിനിറങ്ങി തിരിച്ചിരിക്കുന്നത്. ഈ ഒരു സംവിധാനത്തിന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതിലൊരു സാധാരണ പ്രവർത്തകരാണ്. അതിൽ സ്വയം ഒടുങ്ങേണ്ട അവസ്ഥയൊന്നും ഈ പാർട്ടി ചെയ്യോ? അതൊരിക്കലും ഉണ്ടാവില്ല. ആ പാർട്ടിയെ എന്ന സംവിധാനത്തിൽ അങ്ങേയറ്റം വിശ്വാസം അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആ നിലക്കുള്ള ചിന്തയൊന്നും എന്നെ നയിക്കുന്നില്ല. ഞാൻ കൂടെ വരുന്നു എന്നത് എൻ്റെ വിഷയവുമല്ല. ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ വല്ല അടിസ്ഥാനവുമുണ്ടോ, അതാണ് പരിശോധിക്കേണ്ടത് പാർട്ടി. അത് പാർട്ടിയും ഗവൺമെന്റും പരിശോധിക്കും. അതിൽ അടിസ്ഥാനപരമായ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനപരമാണെങ്കിൽ അതിന് നടപടി ഉണ്ടാകും. അതിലൊരു തർക്കവുമില്ല. അതിൽ തന്നെയാണ് ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്. വേറെ ഒരു തലത്തിലേക്കും ആ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നില്ല അശ്മി. ഇല്ല, അദ്ദേഹം അങ്ങനെ ഒരു പരാതിയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞങ്ങൾ സംസാരിച്ചിരുന്നു ഈ വിഷയങ്ങൾ. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പോലീസ് SP ഓഫീസിലെ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ജലീൽ എന്നെ വിളിച്ചു. ഒന്നും എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ കുത്തിയിരിപ്പ് സമയം നടത്തിയ സമയത്ത് അതിനുശേഷമാണ് ജലീലിന്റെ ഫോണിൽ എനിക്ക് കിട്ടുന്നത്. അപ്പൊ എന്താണ് കാര്യം എന്ന് അന്വേഷിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് ആദ്യം ഉണ്ടായത്. പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ലാസ്റ്റ് പുള്ളിയെ നിയമസഭാ ഹോസ്റ്റലിൽ വെച്ച് കണ്ടത്. അതിനുശേഷം ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആര് പോയി പറഞ്ഞാലും കാര്യങ്ങൾ അറിയുമായിരുന്നു, ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയുമായിരുന്നു. ആ ഗ്രൗണ്ട് റിയാലിറ്റീസുമായി അവർ ഇന്ററാക്ട് ചെയ്യുമായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരും സംതൃപ്തരായിരുന്നു. ഞങ്ങൾ ഭരണകക്ഷി MLA-മാർ മാത്രമല്ല, പാർട്ടി ലീഡേഴ്സ് മാത്രമല്ല, അവരെ ബന്ധപ്പെടുന്ന CM ഓഫീസുമായി ബന്ധപ്പെടുന്ന മറ്റുള്ള MLA-മാർ, മറ്റു പൊതുപ്രവർത്തകർ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവിടെ ഒരു നീതിയുടെ ഭാഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പോലീസിംഗിൽ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ടല്ലേ പിന്നെ കാര്യങ്ങൾ മാറി മറിയുന്നത്. അതാണ് ഞാൻ അത് പാർട്ടി പരിശോധിക്കട്ടെ എന്ന് പറയുന്നത്. അത് പാർട്ടിക്ക് വിടുകയാണ്. എനിക്കതിൽ കൂടുതൽ അഭിപ്രായം പറയാൻ കഴിയില്ല അശ്മി. അതൊരു വസ്തുതയാണ് അശ്മി. അല്ല, അത് എനിക്ക് പറയാൻ കഴിയില്ല അശ്മി. അതൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ പാർട്ടി തന്നെ മനസ്സിലാക്കാനുള്ള ശേഷി ഈ പാർട്ടിക്കുണ്ട്. അത് അനലൈസ് ചെയ്യാനുള്ള ശേഷി പാർട്ടിക്കുണ്ട്. ആ പാർട്ടി അത് അനലൈസ് ചെയ്ത് നല്ലൊരു തീരുമാനം, ഈ അടിത്തറയിൽ ചെറിയൊരു ഇളക്കം വന്ന ഈ പാർട്ടിയുടെ അടിത്തറ ഉറപ്പിക്കാനും മനസ്സ് വേദനിക്കുന്ന താഴേക്കടയിലെ പ്രവർത്തകരുടെ മനസ്സിന് ഊർജം നൽകാനും മാറി നിൽക്കുന്ന പ്രവർത്തകരെ തിരിച്ചെത്തിക്കാനും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന അനുഭാവി വൃന്ദത്തെ തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ ശേഷിയുള്ള പാർട്ടിയുടെ നേതൃത്വം കേരളത്തിലുണ്ട്. അവരെ ആക്ഷൻ ചെയ്യണം. ആ ആക്ഷനിലേക്ക് കടന്നാൽ താഴേക്കടയിൽ പാർട്ടി പ്രവർത്തകർ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ മുഴുവൻ മാറി വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ
കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ കഴിയും. അല്ല മറിച്ചാണ് കാര്യമെങ്കിൽ ത്രിതല പഞ്ചായത്ത് ഇപ്പം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പതിപ്പായിരിക്കും എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അതിന് അഭിപ്രായം പറയാൻ മാത്രം വലുതായിട്ടില്ല അശ്വിനി. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാ പ്രവർത്തകൻ, ഒരു സഖാവാണ്. എൻ്റെ ലെവലിൽ ഞാൻ ഓർക്കണമല്ലോ. അപ്പൊ ഞാൻ ആ ലെവലിൽ നിന്നുകൊണ്ടാണ്, സത്യത്തിൽ ആ ലെവലിൽ ഞാൻ അതിലും കൂടെ കുറച്ചും കൂടെ കടന്നു കയറിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തില്ല. എനിക്കറിയാം അതിലെനിക്ക് ചെറിയ പ്രയാസമുണ്ട്, ഇത് വൃത്തികേട് കൊണ്ടോ. പിന്നെ ഇത്ര വലിയ കാര്യങ്ങളിലൊന്നും ഞാൻ അഭിപ്രായം പറയാനില്ല. ഞാനത് അഭിപ്രായം പറയുകയുമില്ല. അതെല്ലാം ആലോചിക്കേണ്ടത് പാർട്ടിയാണ്, അത് പാർട്ടി ആലോചിക്കേണ്ട അശ്മി. എനിക്കും ഇന്നാണ് അറിവ് കിട്ടിയത്. എനിക്കും ഒരു ആ ഇൻഫർമേഷൻ എൻ്റെ ഫോണിലേക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ അയച്ചു തന്നിരുന്നു. അപ്പോൾ ഞാനത് വസ്തുതാപരമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് ഞാനത് പറയാതിരുന്നതാണ്. എന്ന് എനിക്ക് ഉച്ചക്കാണ് ആ ഇൻഫർമേഷൻ കിട്ടുന്നത്. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അത് പറയുന്നതായിട്ട് കണ്ടത്. എനിക്ക് കിട്ടിയ വിവരം, ഈ കഴിഞ്ഞ വർഷം പാലക്കാട് ഞാൻ ഇന്നത് പറഞ്ഞു കഴിഞ്ഞു, ഒരു RSSന്റെ ഒരു സ്വകാര്യ യോഗത്തിൽ ഇദ്ദേഹം ADGP അജിത് കുമാർ പങ്കെടുത്തിരുന്നു എന്നൊരു വിവരം കിട്ടി. അതിൻ്റെ വസ്തുത അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 100% എനിക്കത് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും കഴിഞ്ഞ കാലത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തി കൂടിയാണ് ഞാൻ. ഞാൻ ഈ വിഷയം ഞാൻ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ കൂടെയല്ല ഉന്നയിച്ചത്. പൂരം കലക്കിയതിൻ്റെ അന്നോ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ ഈ വിഷയം വിശദമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നേ, കാരണം കഴിഞ്ഞ സാജൻ സ്കറിയ വിഷയം തൊട്ട് ഈ നാട് കണ്ട ഏറ്റവും വലിയ വർഗീയവാദി, വർഗീയ സംഘർഷമുണ്ടാക്കിച്ചവൻ, മതവിദ്വേഷം പരത്തിയവൻ, ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ, മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിൽ അകറ്റാൻ രാപ്പകലില്ലാതെ 10,000-കണക്കിന് വീഡിയോകൾ പുറത്തുവിട്ടവൻ, ഈ ഗവൺമെന്റിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, പാർട്ടി സെക്രട്ടറിക്കെതിരെ, പാർട്ടി നേതാക്കൾക്കെതിരെ നിരന്തരമായി കള്ളവാർത്തകൾ കൊടുത്ത് വാർത്തകൾ സൃഷ്ടിച്ചവൻ, ഒരുപാട് കുടുംബം കലക്കിയവൻ, ഒരുപാട് പേര് ആത്മഹത്യ ചെയ്ത, ഇത്രയും വലിയ പോലീസിന്റെ ഈ പറയുന്ന വയർലെസ് മെസ്സേജ് ചോർത്തി പുറത്തുവിട്ട രാജ്യദ്രോഹി, ഈ ഒരു വ്യക്തിയെ ഒരു ഘട്ടത്തിൽ ഈ ചങ്ങാതി ADGP അജിത് കുമാർ സഹായിക്കാൻ തയ്യാറായ അന്ന് തൊട്ട് തുടങ്ങിയ എൻ്റെ അന്വേഷണമാണ് ഇന്ന് ഇവിടെ എത്തിച്ചത് അശ്മി. അതുകൊണ്ട് പൂരം കലക്കിയത് അവനാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല. അത് അന്വേഷിക്കാൻ ഏത് പൊട്ടൻ അന്വേഷിച്ചാലും അത് കണ്ടെത്താൻ സാധിക്കും. മീശ മുളക്കാത്ത 26 വയസ്സുകാരനായ ഒരു IPS-കാരന് അതിന് സാധിക്കുമെന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മളൊക്കെ ഭക്ഷണമല്ലേ കഴിക്കുന്നത്? ഒരു സെക്കൻഡിലോ ഒരു മിനിറ്റിലോ ഉണ്ടാകുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് ആക്ഷൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തുണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു ഫ്രാക്ഷൻ മനുഷ്യ സഹജമായി ഉണ്ടായതാണെന്ന്. ഇത് 1/4 ദിവസം നീണ്ടു നിന്ന കാര്യമാണ്. പൂരം പാടെ കലക്കിയതാണ്. എന്തേ ഇനി അദ്ദേഹത്തിന് ഇടപെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് വിവരം അറിയില്ലേ? ഇതിന്റെ മുകളിൽ ഒരു IG ഉണ്ടല്ലോ തൃശ്ശൂരിൽ, എന്തേ IG അറിയാതെ പോയത്? സോറി, DIG ഉണ്ടല്ലോ, പിന്നെ IG ഉണ്ടല്ലോ, ADGP ഉണ്ടല്ലോ, CM-ന്റെ ഓഫീസിൽ വിളിച്ച് ചോദിക്കാലോ ഈ പറയുന്ന കമ്മീഷണർക്ക് എന്ത് ചെയ്യണമെന്ന്. ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ലല്ലോ. എന്ന് പറഞ്ഞാൽ എന്താണ്? നീ പൂരം കലക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് അജിത് കുമാർ വിട്ടു എന്നതിനപ്പുറം എന്താണ് ഇതിൽ നമ്മൾ ഊഹിക്കേണ്ടത് ആശ്മി? അതിന് വലിയ ബുദ്ധിയൊന്നും, കോമൺ സെൻസ് പോരെ? എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് ഞാൻ ഉയർത്തുന്നത്. അദ്ദേഹം തന്നെയല്ലേ നിയന്ത്രിക്കേണ്ടത്? ഇപ്പൊ നാട്ടിലൊക്കെ ഒരു വർത്തമാനമാണ്. എന്താണ്? കേസുമായി സ്റ്റേഷനിൽ കയറിയാൽ DYFI ഒക്കെ സഖാവാണോ എന്നറിഞ്ഞാൽ 2 അടി അധികം കിട്ടും. ഇതൊരു നാട്ടുവർത്തമാനമായി മാറി. ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്തുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനും ഇതിനെ നിയന്ത്രിക്കാനും ഇപ്പൊ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യാനും കാര്യങ്ങൾ നോക്കിക്കാണാനും ഏൽപ്പിക്കപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത് മനസ്സിലാകാതെ പോകുന്നു എന്നത് തന്നെയാണ് എൻ്റെയും ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്, അത് പരിശോധിക്കേണ്ടത് പാർട്ടിയാണ്. എനിക്ക് പറയാനല്ലേ കഴിയൂ ആശ്മി. അതാണ് ഞാൻ പറഞ്ഞത്. ദുമഖി എന്നൊക്കെ നമ്മൾ പറയുന്നത്, അദ്ദേഹത്തിന് 3 മുഖവും 4 മുഖമാണ്. ആരൊക്കെയാണ് അദ്ദേഹം തൃപ്തിപ്പെടുത്തുന്നത്? ഒരു ഭാഗത്ത് ഇടതുപക്ഷത്തിന്റെ ആളാണ് എന്ന് വരുത്തി തീർക്കണം, മറുഭാഗത്ത് ഈ പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ കേസാണ് സരിത കേസ്. നമുക്കറിയാലോ പാർട്ടി എന്തുമാത്രം അതിന് പണിപ്പെട്ടിട്ടുണ്ട്.
എത്രമാത്രം കമ്മ്യൂണിസ്റ്റുകാർ സഖാക്കളെ അടികൊണ്ട് ജയിലിലായിട്ടുണ്ട്, എന്തെല്ലാം ദുരന്തങ്ങൾ ഈ പാർട്ടി അതിനു വേണ്ടി അനുഭവിച്ചു. അങ്ങനെ അവസാനം ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ആ കേസന്വേഷണം നടക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ സഹായിച്ചൊരു വ്യക്തി വാദിയെ സ്വാധീനിച്ചു എന്ന് പറയുന്ന വാദി തന്നെ എം.ആർ. അജിത് കുമാറാണ് ഇത് അട്ടിമറിച്ചത് എന്ന് പ്രപഞ്ചം പോലെ പുറത്തു വന്നിരിക്കുന്നു. ആ എം.ആർ. അജിത് കുമാർ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിന്റെ ADGP ആയിരിക്കും? ഇതല്ലേ ഇതിന് മനസ്സിലാക്കാത്തത്? ഇതിനൊരു തീരുമാനം ഉണ്ടാകണ്ടേ ആശ്മി? ഇതില് സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുമെന്നും കുറ്റവാളികൾ പിടിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. അപ്പൊ അതിനൊരു പ്രതിവിധി ആ സമയത്ത് ഉണ്ടാവുമല്ലോ. പ്ലീസ്. ഒരു ഭയമില്ല. ഞാൻ നല്ല ധൈര്യം. തോക്ക് വാങ്ങുന്ന എന്തിനാ? വെറുതെ ഒരുത്തന്റെ വെടികൊണ്ട് ചാവണ്ടല്ലോ. വരുന്നവനെ ഒരുത്തനെ അങ്ങോട്ട് തിരിച്ചു വെക്കാലോ. ആ ഉദ്ദേശത്തിൽ വാങ്ങുക. അപ്പൊ വെറുതെ അങ്ങ് ചത്തു കൊടുക്കണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണല്ല, ഭയപ്പെട്ടിട്ട് വാങ്ങല്ല. ഭയപ്പെടുന്ന വെറുതെ എന്താ വെടി വെച്ച് പറഞ്ഞാൽ നിൽക്കണ്ടല്ലോ. വരുന്നവനെ ഒരുത്തരെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുമോ നോക്കാമല്ലോ. അത്രേ ഉദ്ദേശിച്ചിട്ടു ആശ്മി. പിന്നെ ദൈവത്തിന്റെ കാര്യം അത് ഞാൻ ആവർത്തിച്ച് എനിക്ക് ഇല്ല, സാധാരണക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. സാധാരണക്കാർക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല നമ്പർ 1 ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉള്ളത് കേരളത്തിലാണല്ലോ. അതിൽ തർക്കമില്ലല്ലോ. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇത് PV അൻവറിന് മാത്രമുള്ള സിറ്റുവേഷനാണ്. സാധാരണ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇന്ന് കേരളത്തിലുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല ലക്ഷ്മി. കാരണം ഈ തെളിവുകളൊക്കെ അവരെത്ര മായ്ക്കാൻ ശ്രമിച്ചാലും പൂർണ്ണമായിട്ടൊന്നും മായ്ക്കാൻ കഴിയില്ല അത്ര പെട്ടെന്ന്. അപ്പോൾ അതിനുള്ള ശ്രമം അവർ നടത്തും, സ്വാഭാവികമാണ്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ രക്ഷപ്പെടാനുള്ള ഒരു വഴി, ഒരു കുളത്തിലോ വെള്ളത്തിലോ കടലിലോ ഒക്കെ വീണ് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ കടലിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടത്തും. ആ ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് പരിധി വിട്ട് അവർ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞത് അത് ശരിയാവില്ല. അപ്പൊ അത് നമുക്ക് നോക്കാം. അവരാ വഴിക്കാണ് ഇപ്പൊ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓ, അതെ. അല്ല, എനിക്ക് ഈ പാർട്ടിയിൽ നല്ല വിശ്വാസമുണ്ട് എൻ്റെ ആശ്മി. നല്ല വിശ്വാസമുണ്ട്. ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിയിൽ വിശ്വസിച്ച് ഞാൻ ഈ ഒരു നീക്കത്തിന്റെ പിന്നിൽ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എന്നെ നയിച്ചത്. ഈ പാർട്ടി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ എൻ്റെ പൂർണ്ണമായിട്ടും മനസ്സിൽ ഉൾക്കൊണ്ടതുകൊണ്ടാണ്. ഒരു സാമൂഹ്യ വിപത്ത് ഈ സംസ്ഥാനത്ത് നടക്കുന്നു. അത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. അത് ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തന്നെ തകർക്കാൻ ഈ പോലീസിന്റെ പല ആക്ഷൻസും കാരണമാകുന്നു. ഇന്ന കാരണം കൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് ഈ പോലീസാണ്. പൊതുപ്രവർത്തകരെ അനുസരിക്കേണ്ട, ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട, കൺസിഡർ ചെയ്യേണ്ട എന്ന ഒരു സംസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ പോലീസിൽ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ അജിത് കുമാറാണ്. ഇതെല്ലാം പൊതുപ്രവർത്തനത്തിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെയും പൊതുസമൂഹത്തിലെ ആളുകളെയും ബാധിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാതെ പോകാൻ കഴിയുമോ ഒരു പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? അതുകൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ആശ്മി ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ആശ്മി ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു പൊതുപ്രവർത്തക, അവരാരുമാകാം. ഒരു പൊതുപ്രവർത്തകന്റെയോ ഒരു പൊതുപ്രവർത്തകയുടെയോ പ്രശ്നമല്ല ആശ്മി ഇത്. നിങ്ങൾക്ക് ഒരുപാട് പോലീസുകാരുമായിട്ട് ബന്ധമുണ്ടാവുമല്ലോ. എന്താണ് പോലീസ് സേനയിലെ താഴേക്കടയിലെ
DYSP തൊട്ട് താഴേക്കുള്ളവരുടെ അവസ്ഥ. SP-മാരുടെ തന്നെ ചില കഥകൾ ഞാൻ കേട്ടു. അതിൻ്റെ ഒരു എന്താ പറയാ, കൃത്യമായ വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്നോ നാളെ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്താ പോലീസുകാരുടെ സ്ഥിതി? എന്തൊരു പീഡനമാണ് ഇവർ സഹിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കാര്യങ്ങൾ എനിക്കറിയാലോ, ഞാനത് സൂചിപ്പിച്ചതാണ്. അതായത് അടിമപ്പണി എടുക്കുക എന്നൊക്കെ കേട്ടു. ബ്രിട്ടീഷ് കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഫാസിസത്തിന്റെ കാലഘട്ടത്തിലൊക്കെ, ഹിറ്റ്ലറുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലേറെ മോശമായിട്ട് വീട്ടിൽ വളർത്തുന്ന പോമറേനിയൻ പട്ടിയുടെ വില പോലും കൊടുക്കാതെ സഹജീവികളോട് പെരുമാറി ക്രൂരമായി അവരുടെ മാനസികമായി അവരെ തകർത്ത് കളഞ്ഞ് ഈ മനുഷ്യനെ ഓർക്കുമ്പോൾ വിറക്കുകയാണ് പല പോലീസുകാരും. ഉറക്കില്ലാത്തവരുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു നോട്ടത്തിൽ മൂത്രമൊഴിച്ചു പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സേനയെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലും ഒരു കാലഘട്ടത്തിലുമാണോ നമ്മൾ ജീവിക്കുന്നത്? 21-ാം നൂറ്റാണ്ടിന്റെ എന്താ പറയാ, 21-ാം നൂറ്റാണ്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇവർക്കൊന്നും പറയാൻ ശേഷിയില്ല. പലരും പറയുന്നു, ചിലരൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നു. പക്ഷെ എന്താണ് പുറത്തു വരാൻ? ചില ഓഫീസേഴ്സിനോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ഒന്ന് പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് എന്താണ് ഈ ധൈര്യം? അവർക്ക് ധൈര്യമില്ല. അത്ര വലിയ പീഡനം നടന്നുകൊണ്ടിരിക്കുക. എന്നാലോ ഇവരോടൊപ്പം നിൽക്കുന്ന ഈ പറയുന്ന ഈ ക്രിമിനൽ സംഘത്തോടൊപ്പം നിൽക്കുന്നവർക്ക് എന്ത് തോന്നിയാസവും പോലീസിലാവാം. അവർക്ക് എന്തുമാകാം. അവർക്ക് മറ്റൊരു പ്രിവിലേജ്, ഒരു ഭാഗത്ത് ഏറ്റവും ഹയർ പ്രിവിലേജ്, മറ്റൊരു ഭാഗത്ത് പരിപൂർണമായ അടിമത്തം. ഇതല്ലേ പോലീസിലെ വലിയൊരു വിഭാഗം. പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ബന്ധമുള്ള ഒരു CIയോടോ SIയോടോ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഒരു സാധാ കോൺസ്റ്റബിളിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് കേരള പോലീസിനെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ, മനുഷ്യർ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ആ ഒരു നെയിംസേക്ക് ഉള്ള ഒരു പോലീസിനെ ഈ രീതിയിൽ എത്തിക്കണമെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ലോ ആൻഡ് ഓർഡറിന്റെ ADGP എത്ര, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് നൊട്ടോറിയസ് ക്രിമിനൽ. ഞാനൊരു ബോധമില്ലാതെ വിളിച്ചതല്ല. അത് തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഒരു മനുഷ്യയുടെ ശേഷിക്കുറവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. ശേഷിക്കുറവിന്റെ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ലല്ലോ. നല്ല ശേഷിയുള്ള, നല്ല കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു സംഭവമാണെങ്കിലും ഓക്കെ, രണ്ടെണ്ണമാണെങ്കിലും ഓക്കെ, നിരന്തരമായിട്ട് കഴിഞ്ഞ 2-3 വർഷം, ആഷ്മി, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റു, അംഗീകരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പോലീസ് ആക്ഷന്റെ വകയായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഗ്രാമപഞ്ചായത്തിൽ 1000 വോട്ടെങ്കിലും മിനിമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1100ഓളം പഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്. 1000 വോട്ട് കൂട്ടി നോക്കൂ ആഷ്മി. ഒരു 15 ലക്ഷം വോട്ട് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പെട്ടിയിൽ വരേണ്ട വോട്ട് ഈ പോലീസിംഗ് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. ഒരു പഞ്ചായത്തിന് 1000 വോട്ട്, അത് അതിലും കൂടുതലാണ്. ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നില്ല. മിനിമം. അപ്പൊ എന്താണ് അതിന്റെ ഒരു അളവ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തന്നെയാണ് ഈ പ്രശ്നം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ പ്രസ്ഥാനത്തിന് ഇവിടെ മുന്നോട്ട് പോകണ്ടേ? അപ്പൊ അതിനൊരു തീരുമാനം വരാതെ ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. 1 വർഷം കഴിഞ്ഞാൽ അസംബ്ലി പഞ്ചായത്ത് ഇലക്ഷനാണ്. പറഞ്ഞോളൂ. അതെനിക്കറിയില്ല, അത് പാർട്ടി അന്വേഷിക്കട്ടെ. ഓശാന പാടി നിൽക്കുന്നുണ്ടോ? ഓശാന പാടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? അതിനാണല്ലോ ഞാൻ പാർട്ടിയിൽ പരാതി കൊടുത്തിരിക്കുന്നത്. പാർട്ടി അന്വേഷിക്കുമല്ലോ ആശ്മി.